നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം BJPയുടെ വിശകലന രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് വേടൻ്റെ പാട്ടുകൾ തുണിയില്ലാതെയാണ് അവതരിപ്പിക്കുന്നതെന്നും തുണിയില്ലാതെ ഡാൻസ് ചെയ്യുന്നുവെന്നും റാപ്പ് സോങ്ങും പട്ടികജാതി വർഗവുമായി എന്ത് ബന്ധമെന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഇവരിപ്പോഴും പണ്ട് രാജാവിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. ഇവർക്ക് അതാണ് ഇഷ്ടം. അതായത് ഇന്ന ജാതിപ്പെട്ട ആൾക്കാർ ഇന്ന പാട്ടേ പാടാവൂ, ഇന്ന ജോലി ചെയ്യാവൂ, അവർ ക്ലാസിക്കൽ സോങ് പഠിച്ചുകൂടാ, റാപ്പ് സോങ് പാടിക്കൂടാ എന്നൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന ഇതുകൊണ്ട്. പിന്നെ തുണിയില്ല ഡാൻസ് കളിക്കുന്ന കാര്യം, വേടൻ്റെ ഡാൻസ് തുണിയുണ്ടോ ഇല്ലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ ഇതാണ്, അങ്ങ് നോർത്ത് ഇന്ത്യയിൽ സാമ്യമാർ തുണിയില്ലാതെ ലെങ്കോട്ടിയും കെട്ടി ഡാൻസ് കളിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം. അതൊക്കെയാണ് ഇവർക്ക് മാന്യമായിട്ടുള്ള പരിപാടികൾ. പിന്നെ ഇവരെയൊക്കെ ഇങ്ങനെയുള്ള കള്ളസ്വാമിമാരെ ഫ്രണ്ടിൽ പോയി കമന്ന് വീഴലാണ് നമ്മളെ പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. ഇവർക്കെതിരെ ഒരു സിനിമ വന്നാലോ ഒരു ആശയം വന്നാലോ ഒരു പാട്ട് വന്നാലോ അവരിങ്ങനെയൊക്കെ തന്നെ ഇവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല.